Madam, you want some photos? எத்தனை வேலையில் எப்படி இருந்தா ஸ்மைல் ப்ளீஸ். ഇന്ന് നമ്മളുള്ളത് അതിരപ്പള്ളിയാണ്. അപ്പോൾ ഇന്നിവിടെ കുറേ ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ ഇടയിൽ ഇന്നൊരു ദിവസം ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഒരു ക്യാമറയും വെച്ച് ഒരു സോണിൻ്റെ A73 ക്യാമറയും ഒരു 50mm ലെൻസും ഉണ്ട്. ഇത് വെച്ചിട്ട് ഇന്ന് നമുക്ക് ഒരു വരുമാനം, എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. വലിയ ഒരു പ്രോ ഫോട്ടോഗ്രാഫറൊന്നുമല്ല, പ്രോ ഫോട്ടോഗ്രാഫർ നമ്മുടെ ബാക്കിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഗൈഡൻസോട് കൂടി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ റെഡി ആയിട്ടുണ്ട്. പൈസ ഒന്നും കിട്ടില്ല, എന്നാലും ഒരു ടെസ്റ്റ് അടിക്കട്ടെ കേട്ടോ. ഹലോ, ഏയ് സ്മൈൽ പ്ലീസ്. സർ, യു വാണ്ട് ഫോട്ടോസ്? Sir, you want photos? Photos. Family photo? No. Sir, you want photos? Photos? How will we take a photo? We'll send via mail or WhatsApp. No rickshaw. Photos വേണോ? ഫോട്ടോസ്, ഡിജിറ്റൽ ഫോട്ടോസ് ഒരു 100 രൂപ കൊടുത്താൽ പോകും. எத்தனை வேலையில் எப்படி இருந்தா அப்புறம் நாங்கள் 100 ரூபாய்க்கு டெய்லி வேலை பண்ண முடியுமா? ஒரு 4-5 ஃபோட்டோஸ். 4-5 ஃபோட்டோஸ் அப்புறம் செலக்டிவான ஃபோட்டோஸ் வேண்டாம் போய் உங்கள் குரூப்பான எல்லாம் போட்டு செலக்டிவாக எவ்வளோ நல்லா எடுத்து கலர் எல்லாம் கிரியேட் பண்ணி மெயில் அனுப்பிடுறேன். வேண்டாம் போய் எவ்வளோ இருக்குது குரூப் எல்லாம் இருக்குமா? குரூப் எல்லாம் 3 பேர். ஆமாம், ஒரு எக்ஸ்ட்ரா ஒரு 4-5 ஃபோட்டோ பரவாயில்ல. நான் போஸ்ட் போடணும். உங்கள் இஷ்டம், உங்களுக்கு எப்படி வேணுமோ அப்படியே எடு. இன்ஸ்டாவில் 4 பொண்ணை கரெக்ட் பண்ண அவன் அங்கே இருக்காரு. ஏதாவது போஸ்ட் கொடுன்னா ஆனால் ஒரு எனர்ஜியாக இருக்கட்டும். எடுத்தீங்கன்னா கல்யாணத்துக்கு உங்களுக்கு கொடுவோம். தேங்க்யூ. உங்கள் ஊருங்க? பரவாயில்லங்க, கார் எடுத்துகிட்டு வரோம். போய் போய் தலை கமான் கமான். ஸ்டூடியோ வச்சிருங்க. தேங்க்யூ தேங்க்யூ. சேவ் பண்ணி பேர் என்ன சொன்ன? கார்த்தி. கார்த்தி. சின்ன சின்ன ஒர்க் எல்லாம் இருந்தால் கூப்பிடு. ஓகே, தேங்க்யூ. நைஸ் டு மீட் யூ ஆல். தேங்க்யூ. ஃபர்ஸ்ட் கஸ்டமர் ஆயிடுச்சு, பாக்கி பார்க்கட்டும். ஓகே, நம்ம ஒரு செல்ஃபி எடுப்போம். ஓகே, நைஸ். அதெல்லாம் பணம் கட்டி வேற மாதிரி ஆளு. ഷാറുഖ് ഖാൻ പോസ്റ്റ് കൊടുത്തിരിക്കും. ഓക്കെ, സംഭവം 100 രൂപയുടെ കേസാണ്. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. തുടക്കം ആകുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കുറേ ഫോട്ടോ എടുത്തു, എന്തായാലും നമുക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഫോട്ടോസ് വേണോ? അങ്ങനെയാണോ? ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നല്ല ലൈറ്റാണ്, പക്ഷെ അങ്ങോട്ട് തണുത്തേക്ക്. അടുത്താള് എല്ലാവരും കൂടെ നോക്കാം, എല്ലാവരും കൂടെ. മൊത്തം 2 ക്ലയൻറ്റിൽ നിന്ന് കിട്ടിയത് നമ്മുടെ ഫസൽക്ക. എൻ്റെ കട വരുന്ന എവിടെ ശരിക്കും വീട്? ഞാൻ കോഴിക്കോട്. കട വീട് പൊന്നാനി, നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ പരിപാടി ഗംഭീരമായിരുന്നു. ഫോട്ടോസ് ഞാൻ അയച്ചു തന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നല്ല ഫോട്ടോസ് അതിനകത്ത് എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫറിൻ്റെ ഒക്കെ ഒരു സ്കോപ്പൊന്നും ഇപ്പോൾ വല്ലാതെ എവിടെയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ
ഒന്ന് മണിയൊക്കെ അടിച്ച് എല്ലാവരും നിർത്തി ഗ്രൂപ്പായിട്ട് എടുത്തു തരാം, ഒരു മെമ്മറി അല്ലേ എന്നൊക്കെ ചുമ്മാ തള്ളി വിട്ട് സെറ്റായി കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം ഒരു ക്യാമറയും കൊണ്ട് ഇറങ്ങിയ ഒരു 10,000 രൂപയൊക്കെ ഒരു ഡേ ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ മഴ കാരണം നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ മിസ്സായി. നമ്മൾ പ്ലാൻ ചെയ്യും, ഷൂട്ട് ചെയ്യും, പകുതിക്ക് വെച്ചിട്ട് മഴ പെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിട്ട്. കാരണം കുറച്ച് എന്താ പറയുക, ഹെവി രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഷൂട്ടിങ്ങൊക്കെ ആയതുകൊണ്ട് എടുക്കുന്ന ഓരോ എപ്പിസോഡും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്നും ഇപ്പോൾ ഇതേ ഒരു സിറ്റുവേഷനാണ്. 2 പേരെ കിട്ടിയുള്ളൂ. ഒരു 2-4 പേരെയും കൂടി അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വെള്ളം ചാടുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് മഴ ഒന്ന് ഇപ്പോൾ ചെറുതായിട്ട് തുളിക്കുന്നുണ്ട്, വെയിലുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷേ ക്യാമറ പുറത്തേക്ക് എടുക്കാൻ ഒരു പേടി. ആ സമയത്തേക്ക് വീണ്ടും മഴ പെയ്യും. ഫോട്ടോസ് വേണോ? ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് 100 രൂപ തന്നാൽ മതി. 100 രൂപ തന്നാൽ മതി. വേണ്ട, ആ വെള്ളം കുറവാണ്. സെറ്റായിട്ട് നിൽക്കുന്നേ. ആ നോക്കൂ, സ്മൈൽ പ്ലീസ്. ആ കളിപ്പ് ചിരിച്ചിലാക്കുവോ? മാഡം, യു വാണ്ട് സം ഫോട്ടോസ്? ഒരാളും കൂടി കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ ടാർഗറ്റ് മുട്ടിയിരുന്നു. 4 പേരെ കിട്ടിയത്. എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ലൊരു വിജയം തന്നെയാണ്. പുറമേ നിന്ന് വന്നിട്ട് ഒരാൾക്ക് ഇതുപോലെ ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കച്ചവടമോ വെള്ളം കടല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി. നമ്മളൊക്കെ മുന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോഗ്രാഫി, ടൂറിസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പ്രിൻ്റ് അടക്കം അവിടെ നിന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരും കാണുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ലാസ്റ്റ് നമ്മുടെ 3ാമത്തെ ആ ഒരു ക്ലയൻറ്റിനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഗാർഡ് വന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും ഓടിച്ച്. ഓൾറെഡി സമയമായി, ഇപ്പോൾ 5:30 കഴിഞ്ഞു. അപ്പോൾ 3 എണ്ണം അകത്തുനിന്നും 1 എണ്ണം പുറത്തുനിന്നും കിട്ടി. ഇനി എന്താണേലും ഒന്ന് ഇങ്ങനെ പോയിട്ട് പോണ വഴിക്കൊന്ന് കറങ്ങിയിട്ട് ഒരാളെ കൂടി കിട്ടുമോ നോക്കാം. ഏയ് 3:30 മുതൽ 6-6:15 ആകുന്നു. ഒരു 3 മണിക്കൂറിൻ്റെ അതിൻ്റെ ഇടയിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 3 മണിക്കൂറിൻ്റെ പണി. ഏകദേശം ഒരു 4-5 പേരെ നമ്മൾക്ക് കിട്ടി. അതിൽ 4 പേരിൽ നിന്ന് നമ്മൾ കാശ് മേടിച്ചുള്ളൂ. ബാക്കി പിന്നെ അവസാനിപ്പിക്കല്ലെന്ന് ഓർത്തിട്ട് കുറേ പേരെ അങ്ങനെ നടന്ന് കുറേ സ്നാപ്പ് എടുത്തതാണ്. അവരെ ചുമ്മാ ഒരു ഇതാക്കിയിട്ട്. എന്താണെങ്കിലും ഒരു 3 മണിക്കൂർ കൊണ്ട് ഒരു 400 രൂപ ഒപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ക്യാമറ കയ്യിലുള്ള ഒരാൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇന്നത്തെ ദിവസം എൻ്റെ ഒരു സ്മാർട്ട്നെസ് മീൻസ് ശരിക്ക് പോരാ. നല്ല രീതിയിൽ കുറച്ചും കൂടിയും സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനും സംസാരിച്ച് വീഴ്ത്താനൊക്കെ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ഒരു 100 രൂപ അല്ലേ എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വരുമ്പോൾ അവരുടെ ഒരു പിക്ചർ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കും. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ എന്താണെങ്കിലും ഇവരത് അലോഡ് ചെയ്യുന്നില്ല. നമ്മൾ അവരുടെ നിന്ന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് വരുന്ന് പോയി ചെയ്ത് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഈ കാലാവസ്ഥ ഒക്കെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. അതല്ലാത്തൊരു നോർമൽ അവസ്ഥയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതേ രീതിയിലൊരു ക്യാമറയും കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ എന്താണെങ്കിലും പെർ ഡേ ഒരു 1000 റുപ്പീസൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.